Hello viewers, Namaste, welcome back to WinTrader. അപ്പോൾ WinTrader പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് Ganga Dev. അപ്പോൾ ഞാൻ ഈ എല്ലാ വീഡിയോസും നമ്മൾ ലൈവിൽ തന്നെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലും അതായത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 9061973737. ഈ നമ്പറിൽ ഒഫീഷ്യൽ വാട്സപ്പ് ഉണ്ട്, നിങ്ങൾക്ക് കോൾ ചെയ്യാം, വാട്സപ്പിൽ മെസ്സേജ് ഇടാം. പിന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ചാറ്റിലോട്ട് വരാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്റ്റോക്ക് ട്രേഡിംഗ് ആണ്. സ്റ്റോക്ക് ട്രേഡിങ്ങിൽ ഇൻട്രാഡേ ചെയ്യാം. നമ്മൾ ആക്ച്വലി നമ്മുടെ സോഫ്റ്റ്വെയർ എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. അതായത് നമുക്ക് ഇൻട്രാഡേ ചെയ്യണമെങ്കിൽ ഇൻട്രാഡേ ചെയ്യാം, സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാം, സ്കാൽപ്പിംഗ് ചെയ്യാം. അതനുസരിച്ച് അത് ടൈം ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ആ ടൈം ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്താൽ ചേഞ്ച് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന മാർക്കറ്റ് ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. ഈ എല്ലാ മാർക്കറ്റും നമ്മുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഫോറക്സ് മാർക്കറ്റ് ഉണ്ട്, ഇന്റർനാഷണൽ കമ്മോഡിറ്റീസ് ഉണ്ട്, ഇന്ത്യൻ കമ്മോഡിറ്റീസ് ഉണ്ട്. ഈ മെറ്റൽസിൽ നമുക്ക് സ്പോട്ട് ഗോൾഡും സിൽവറും കിട്ടും. ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട്, സിംഗപ്പൂർ നിഫ്റ്റി ഉണ്ട്, NSE ഫ്യൂച്ചേഴ്സ് ഉണ്ട്, NSE ക്യാഷ് ഉണ്ട്, MCX ഉണ്ട്, NSEയുടെ കറൻസീസ് ഉണ്ട്, ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ നമ്മുടെ ഇൻഡെക്സ് ഓപ്ഷൻസ് വരും, കോൾപോട്ട് ഓപ്ഷൻസ് വരും, അഗ്രികൾച്ചർ. ഇതെല്ലാം ഒരു സോഫ്റ്റ്വെയർ, ഒരു സ്ട്രാറ്റജി, ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇന്ന് കാണിക്കാൻ വേണ്ടി ഇൻട്രാഡേയിലും സ്വിംഗ് ട്രേഡിംഗ് ഞാൻ ഇന്ന് കാണിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞോളൂ, ഇതൊക്കെ കാണിക്കുന്നത് ലൈവിലാണ്, നമ്മൾ റിയൽ ടൈമിലാണ് ഇതെല്ലാം എടുക്കുന്നത്, വീഡിയോസ് എടുക്കുന്നത്. സോറി. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞോളൂ ലൈവായിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലൈവായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ഉണ്ടെങ്കിൽ മാത്രം പ്രൊസീഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഞാൻ പറഞ്ഞ നമ്പർ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് ഹിൻഡാൽക്കോയിൽ കാണിക്കാം. ഹിൻഡാൽക്കോ ടാറ്റ സ്റ്റീൽ ഞാൻ ഇൻട്രാഡേ ചെയ്ത് ഫ്യൂച്ചറാണ്. നമ്മൾ ആക്ച്വലി സ്പോട്ടിൽ ചെയ്യണമെങ്കിൽ സ്പോട്ട് ചെയ്യാം, ഫ്യൂച്ചർ ചെയ്യാവേ. അപ്പോൾ ഈ മാരുതി ഞാൻ ഇക്വിറ്റീസിൽ മാരുതിയുടെ സ്വിംഗ് ട്രേഡിങ്ങിൽ 1 ഹവറിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ സ്വിംഗ് ട്രേഡിങ്ങിൽ കൺസിഡറാവേ. അപ്പോൾ മാരുതിയുടെ 1 ഹവറിലാണ് ഇട്ടിരിക്കുന്നത്. മുകളിൽ നോക്കിയാൽ 8269, 67, 69 റേറ്റ് വരുന്നത്. അത് റിയൽ ടൈം മാർക്കറ്റ് വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ ഒരു ഡോട്ടർ ലൈൻ ഇല്ല, വൈറ്റ് വെർട്ടിക്കൽ ലൈൻസ് ഇല്ല, അത് ഡേ സെപ്പറേഷൻ ലൈനാണ്. സ്വിംഗ് ട്രേഡിങ്ങിലല്ല, ഓരോ ഡേ സെപ്പറേഷൻ ലൈനാണ്. അപ്പോൾ നമുക്ക് ഈ റെഡ് ഡൗൺ ആരോ സെല്ലാണ്, ഗ്രീൻ കളറിൽ അപ്പ് ആരോ ബൈസിക്കിളാണ്. സിഗ്നൽ എല്ലാം ഓട്ടോമാറ്റിക് ആണ്. സിഗ്നൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇൻഡിക്കേഷൻ തരും, സോഫ്റ്റ് തന്നെ ഇൻഡിക്കേഷൻ തരും. ഒരു അലേർട്ട് മെസ്സേജ് വരും, അത് സൗണ്ട് എഫക്റ്റ് കൂടി കേൾക്കാൻ കൂടി പറ്റും. ആ അലേർട്ടിൽ എഴുതി കാണിക്കും ഏത് റേറ്റിൽ നമ്മൾ ബൈ എടുക്കണം, സെൽ എടുക്കണമെന്ന്. അല്ലെങ്കിൽ മുകളിൽ നോക്കുമ്പോഴാണെങ്കിൽ സെല്ലിട്ട് 8478.50 മാരുതിയുടെ ഇത് സ്റ്റോക്കാണ്. മാരുതിയുടെ ക്യാഷിലാണ് ഇത് പറയുന്നത്. എന്താണ് സെൽ സിഗ്നൽ വന്നിരിക്കുന്നത് 21 ഡിസംബർ 21 11:15 രാവിലെ 11:15 8478.50 നമുക്ക് സെല്ല് വന്ന് അത് ഇന്നും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് സെല്ല് വന്ന ശേഷം അത് 2 കൺഫർമേഷൻ, എല്ലാ വീഡിയോസും വാച്ച് ചെയ്യുന്നവർക്ക് അറിയാം കൺഫർമേഷൻ എങ്ങനെ ചെക്ക് ചെയ്യുന്നത്. ആരോ വന്ന ശേഷം താഴത്തെ ഒരു ബാറുണ്ട്, അത് നമ്മുടെ കൺഫർമേഷൻ ബാറാണ്. ആ ബാർ റെഡിലോട്ട് വരണം. പിന്നെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡിൽ താഴത്ത് പ്രൈസ് ഇൻ സെൽസ് ഉണ്ട്. ഈ 2 കൺഫർമേഷൻ മാത്രം മതിയാവും. ഈ 2 കൺഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ സിഗ്നൽ കൺഫേം എന്നാണ്. അത് ഫസ്റ്റ് ആരോ വരണം, ആരോ വന്ന ശേഷം പ്രൈസ് ഇൻ സെൽസ് ഓൺ എൻ്റെ ആരോടെ താഴത്തെ ബാർ റെഡ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ട്രേഡ് ഏത് ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. കാരണം നമ്മുടെ ഒരു സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ മാത്രമാണ് ട്രേഡ് എടുക്കേണ്ടത്. നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലാണ്. ആ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ മാർക്കറ്റ് റേറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ട്രേഡ്. ആ ട്രേഡ് ഇപ്പോഴും, അതായത് ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ താഴെ നോക്കുകയാണെങ്കിൽ ആ ബാർ ഇപ്പോൾ റെഡ് ആണ്, പ്രൈസ് ഓൺ സെൽസ് ആണ്. അതിൻ്റെ അർത്ഥം മാർക്കറ്റ് ഇനി ഇറങ്ങി പോകുന്നതാണ്. ഇത് സ്വിംഗ് ട്രേഡിങ്ങിനനുസരിച്ചാണ്. അതിനകത്ത് ഇപ്പം നമുക്ക് സപ്പോർട്ട് വന്നിരിക്കുന്നത് 8230 ഒരു സപ്പോർട്ട് ലെവലാണ്. ആ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്താൽ ഇനി മാർക്കറ്റ് ഇറങ്ങത്തുള്ളൂ. ഇപ്പം മാർക്കറ്റ് 67 നിൽക്കുകയാണ്. ഇതാണ് സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജി. ഈ ഒരു മെത്തേഡിലാണ് ടൈം ഫ്രെയിം സെറ്റ് ചെയ്താണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇൻട്രാഡേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഹിൻഡാൽക്കോയിൽ കാണിച്ചത്. ഹിൻഡാൽക്കോയിൽ നല്ല ട്രെൻഡ് ആയിരുന്നു. മാർക്കറ്റ് റേറ്റ് ഇപ്പം 462.80 ആണ്. നമുക്കിവിടെ രാവിലെ ഈ ഒരു വൈറ്റ് വെർട്ടിക്കൽ ലൈൻ ഡേ സെപ്പറേഷൻ ലൈൻ നമുക്ക് രാവിലെ ബൈ വന്നത് 450.30, 450.30 നമുക്ക് 9:20 27 നമുക്ക് ബൈ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കയറ്റം നോക്കിയാൽ നല്ല രീതിയിൽ മാർക്കറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻറ്റ് ലെവലിനെ ബ്രേക്ക് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുക. ഈ റെഡ് സ്റ്റാർസ് ആണ് നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്ന ലെവല്. അവിടുന്ന് ബ്രേക്ക് ചെയ്ത് ഇപ്പോഴത് കയറിക്കൊണ്ടിരിക്കുക. താഴെ കൺഫർമേഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നോക്കാം. ബൈ വന്ന ശേഷം താഴത്ത് ബാർ ഗ്രീൻ ആയിരിക്കണം. പ്രൈസ് സോണും ബൈ സോൺ ആണെങ്കിൽ മാത്രമേ ബൈ കൺഫേം ആവുള്ളൂ, നമ്മൾ ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി അത് ടാറ്റ സ്റ്റീലിലാണെന്നുണ്ടെങ്കിൽ ടാറ്റ സ്റ്റീലിൽ ഓൾറെഡി നമുക്ക് ഇന്നലെ വന്ന ബൈ ആണ്. ഇന്നലെ ലാസ്റ്റ് 3:20. അപ്പം ഇൻട്രാഡേ റൂൾസ് അനുസരിച്ച് നമ്മൾ ക്ലോസിംഗിൽ വരുന്ന ഒരു സിഗ്നൽ എടുക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു സിഗ്നൽ ഇന്ന് നമുക്ക് അത്
ആക്ച്വലി ഇന്നലെ വന്നപ്പോൾ കൺഫേം ആയിരുന്നു, പക്ഷേ 3.20 ആയതുകൊണ്ട് നമ്മൾ എടുത്തില്ല. ആ ഒരു സിഗ്നൽ ഇന്നും നോക്കിയാൽ റെസിസ്റ്റൻറ്റ് ലെവലിനെ ബ്രേക്ക് ചെയ്ത് വന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് മാർക്കറ്റ്, കാരണം ആ ബൈ വന്ന ശേഷം പ്രൈസിൽ വേരിയേഷൻ ഇല്ലായിരുന്നു കേട്ടോ. ഇന്നും ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് എടുക്കാമായിരുന്നു. ഇന്നും ആ ഒരു ലെവലിൽ നമുക്ക് അവിടുന്ന് നല്ല രീതിയിൽ മാർക്കറ്റ് നമുക്ക് കിട്ടുന്ന ആ ലെവലിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൈസ് ചെയ്താണ് ആ പ്രൈസിൽ മാർക്കറ്റ് റേറ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒന്നെങ്കിൽ ഇവിടുന്ന് റെസിസ്റ്റൻസ് ഈ ഒരു ലെവലിൽ നമുക്ക് എടുക്കാമായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് മാർക്കറ്റിൽ എൻ്റർ ചെയ്യാമായിരുന്നു. അവിടുന്ന് ഇപ്പം നമ്മൾ ഡയറക്റ്റായിട്ടൊരു എൻട്രി അല്ല ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അതായത് ഡയറക്റ്റ് എൻട്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാർക്കറ്റ് റേറ്റ് അനുസരിച്ചുള്ള സ്റ്റോപ്പ് ലോസ് കാണിക്കാം. അപ്പം നമ്മളിവിടെ എൻട്രി ചെയ്യുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ ആ ഒരു പ്രൈസ് നമുക്ക് കിട്ടത്തില്ലല്ലോ. അപ്പം നമ്മൾ മാർക്കറ്റ് റേറ്റിൽ എൻട്രി ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഇറങ്ങിയിട്ട് ഇനിയും ഇപ്പം മേലോട്ട് തന്നെ കയറിപ്പോകും, കാരണം താഴത്ത് ബാർ ഓക്കെയാണ്, പ്രൈസ് സോണും ഓക്കെയാണ്. അപ്പോൾ അത് മേലോട്ട് തന്നെ കയറിപ്പോകാനാണ് ചാൻസ്. ഇനി അപ്പോളോയിൽ കാണിച്ചില്ല. അപ്പോളോയിലാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇന്നലത്തെ ബൈയുടെ കണ്ടിന്യൂഷൻ ആയിരുന്നു കേട്ടോ. ഇപ്പം നമുക്കൊരു ഫ്രഷ് ആയിട്ടൊരു സെല്ല് വന്നിരിക്കുന്നത്, ഒരു മിനിറ്റ്, സെല്ല് വന്ന് 12.35 സെല്ല് വന്നിട്ടുണ്ട്. 323.35 സെല്ല് വന്ന ശേഷം അത് കൺഫേം ആയിരുന്നു. താഴെ ബാറും ഓക്കെയാണ്, പ്രൈസ് സോണും ഓക്കെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആ 3 ടാർഗറ്റ് പഠിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കാണിച്ചെന്ന ചെറിയ ഷെയർസാണ് കാണിച്ചത്. നമ്മുടെ ഇതിനകത്ത് എല്ലാ മേജർ ഷെയർസും അവൈലബിൾ ആണ്. അതായത് നിങ്ങൾക്ക് നമ്മൾ ഇതിനകത്ത് ഞാനിപ്പോൾ ലിസ്റ്റ് കാണിച്ചു തരാം. മേജറായിട്ടുള്ള എല്ലാ ഷെയർസും ഉണ്ട്. ക്യാഷിനകത്ത് ഇത് ഞാൻ ഇക്വിറ്റീസിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ആൽഫബറ്റിക് ഓർഡറല്ല, നമുക്ക് വേണ്ട ഷെയർസ് ഏതാണ്, എല്ലാ ഷെയർസും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ട ഏതാണോ അതെല്ലാം നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ആഡ് ചെയ്യുന്ന ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്. നമ്മൾ ഒന്നെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഓഫീസിൽ വിസിറ്റ് ചെയ്യാവേ. അപ്പോൾ ഡയറക്റ്റ് വരേണ്ട ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് ഞാൻ ലൊക്കേഷൻ പറഞ്ഞുതരാം. അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ തന്നെ ഇതെല്ലാം ചെയ്തു തരാം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫുൾ കാണിച്ചു തരും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ വീഡിയോ ട്യൂട്ടോറിയൽ ഉൾപ്പെടെയാണ് നമ്മൾ വരുത്തരുന്നത്. അത് ചെക്ക് ചെയ്യുന്നത് തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ ഇന്ന് കാണിച്ചത് എല്ലാം ലൈവിലാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞോളാം, നിങ്ങൾക്ക് ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടതിന് നന്ദി.